ഒരിക്കലും സന്ദർശിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ കരുതിയിരുന്നത് ചൈനയാണ്. അതിന് കാരണമുണ്ട്. ചെറുപ്പത്തിൽ മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് ഈ 1962 ഇന്ത്യ ചൈന യുദ്ധം, അതായത് ചൈന ഇന്ത്യ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ആ യുദ്ധം ഉണ്ടായല്ലോ. അപ്പോൾ ആ യുദ്ധം അത് നമ്മുടെ മനസ്സിൽ വല്ലാതെ അവരെക്കുറിച്ചൊരു മോശമായ ഒരു ഉണ്ടായി. അത് മാത്രമല്ല, ചൈനക്കാരെക്കുറിച്ച് പറയുന്നത്, ചൈനക്കാരെന്ന് പറയുന്നത് വളരെ ക്രൂരന്മാരാണ്, അവർ ഉയരം കുറഞ്ഞവന്മാരാണ്, അവർ മൂക്ക് പതിഞ്ഞവരാണ്, മഞ്ഞ കളറുള്ളവരാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് അന്ന് അധ്യാപകർ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നത്. അതോടുകൂടി ഈ ചൈനയെക്കുറിച്ച് അങ്ങ് വെറുപ്പാവും നമുക്കായി. പിന്നെ അന്ന് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പഴയത് ഓരോരുത്തരൊക്കെ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് ചൈനക്കാരുടെയാണ് എന്ന് പറയും. വെച്ചാൽ അത് കൊള്ളത്തില്ലെന്നുള്ളതാണ്. ചൈനക്കാരുടെ സാധനങ്ങൾ സബ്സ്റ്റാൻഡേർഡ് ആണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് മാത്രം നമ്മുടെ ഒരു ശത്രു രാജ്യം പോരെങ്കിൽ പാകിസ്ഥാനെ ഒരുപാട് ചൈന സഹായിച്ചു, ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിലുമൊക്കെ. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവരോടങ്ങ് വെറുപ്പായിരുന്നു. അതുകൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു ചൈനയിൽ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ചൈന സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ആയിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ വികസനങ്ങൾ, ഡെവലപ്മെൻറ്റ്സ്, അത് മാത്രമല്ല അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, സാങ്കേതിക മികവുകൾ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൂടാതെ മാത്രമല്ല, ഞാൻ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ യൂറോപ്പിൽ പോയിട്ടുണ്ട്. യൂറോപ്പിൽ 1-2 ചെറിയ രാജ്യങ്ങൾ, ഓസ്ട്രിയ തുടങ്ങിയ 1-2 ചെറിയ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഈ വികസനങ്ങളും ജീവിത സാഹചര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കി. ചൈന എന്ന് പറയുന്ന ഇതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അതുപോലെ അമേരിക്കയിൽ ഞാൻ 3 പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. വളരെ വിശദമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പല സ്ഥലങ്ങൾ അമേരിക്കയിൽ ഞാൻ പോയി. മുഴുവൻ ഏതാണ്ട് ഒരുപാട് കവർ ചെയ്തതിന് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആഗ്രഹമായിട്ടുള്ള ഡെത്ത് വാലി ഞാൻ കണ്ടിട്ടില്ല, അതൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ബാക്കി മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ടും ഒന്ന് തട്ടിച്ചു നോക്കണം. അതുപോലെ സ്പെയിൻ ഞാൻ പോയിരുന്നു. അപ്പോൾ സ്പെയിനും ഇതുമായിട്ടൊക്കെ ഉള്ള ഈ ചൈനയെ ഒന്ന് തട്ടിച്ചു നോക്കണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതുകൂടാതെ അപ്പോഴാണ് നോക്കിയപ്പോൾ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത്. എനിക്ക് വണ്ടി ഇഷ്ടമല്ല. കാരണം അത് ഈ വഴിയിലൊക്കെ കാണാൻ വെച്ച് നിന്ന് പോയാൽ എന്ത് ചെയ്യും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ പഠിച്ചു വന്നപ്പോൾ 548 കിലോമീറ്റർ വരെ ഓടുന്ന ഒരു കാർ, BYDയുടെ 7 സീരീസ് സീ ലയൺ, ആ കാറ് ഞാൻ വാങ്ങി. ഒരു 5-6 മാസം മുമ്പാണ് വാങ്ങിക്കഴിഞ്ഞു. നോക്കിയപ്പോൾ അതിലെ സൗകര്യങ്ങൾ, അതിലെ സാങ്കേതിക മികവ് ആരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. യാത്രാസുഖം. അപ്പോൾ ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ അല്പം ഒന്ന് കണ്ണടച്ചു പോയാൽ അപ്പോൾ അലാറം അടിക്കും. പിന്നെ അത് മാത്രമല്ല, ഡ്രൈവർ ബ്രേക്ക് ചെയ്യുന്നതിന് ഇച്ചിരി താമസിച്ചു, ഒരാൾ പോയി, പക്ഷെ അത് ഡ്രൈവർക്ക് അറിയാൻ കുഴപ്പമില്ലെന്ന്. പക്ഷേ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് ചെയ്യും, നിർത്തിയിരിക്കും, വണ്ടി അങ്ങ് നിർത്തും. ആരെങ്കിലും അതുപോലെ സീബ്ര ക്രോസിങ് ലൈനിലൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് ചെല്ലുമ്പോൾ ഡ്രൈവർ നിർത്തിയില്ലേ വണ്ടി തന്നെ തന്നിക്കും, നിർത്താതെ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുമൊക്കെ ആ കാറിനുണ്ട്. അതുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ സാങ്കേതിക മികവിനെക്കുറിച്ച് ഒരു നല്ലൊരു ധാരണ തോന്നി. അപ്പോൾ മാത്രമല്ല, പിന്നെ അമേരിക്ക ഈ ഇവിടുത്തെ കച്ചവടക്കാർ, ബിസിനസ്സിൽ ഉള്ള ആളുകൾ സാധനം വാങ്ങാൻ അവിടുന്ന് പോകുന്നവരുണ്ട്, ബൾക്കായിട്ട് വലിയ കച്ചവടക്കാർ. അങ്ങനെ പോയിട്ട് വന്ന ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പിന്നെ ആലോചിച്ച്. ചൈനീസ് സാധനങ്ങളെന്ന് പറയുന്നത് മോശമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് പറയുന്നത്, സാറേ അത് വെറുതെയാണ്, അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം അവിടെ 3 തരത്തിലുള്ള സാധനങ്ങളുണ്ട്. എ വെറൈറ്റി, അതായത് ഫസ്റ്റ് ക്ലാസ് വെറൈറ്റിയാണ്, ഏറ്റവും ബെസ്റ്റാണ്. അത് ലോകത്തെങ്ങും കിട്ടാത്ത വിധത്തിലുള്ള മികവുണ്ട് അതിന്. പിന്നെ അടുത്തത് B, അത് ഒരു മീഡിയം വെറൈറ്റി. C ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ പണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ രീതിയിലുള്ളതൊക്കെ ഇവിടെ കച്ചവടക്കാർ പോയാൽ എന്ത് ചെയ്യുന്നറിയോ, ഈ A ക്ലാസ്സും B ക്ലാസ്സും അവർ വാങ്ങത്തില്ല.
വളരെ ചെറിയ വില കൊടുത്ത് വളരെ ലാഭത്തിന് കിട്ടും ഈ സി ക്ലാസ് ഐറ്റംസ്. അത് വാങ്ങിക്കൊണ്ട് വരും, എന്നിട്ടത് ഇവിടെ എ ക്ലാസിൻ്റെ മോഡൽ വെച്ച് അങ്ങ് വിൽക്കും. ഇതാ കാര്യം. പിന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എനിക്ക് വളരെ ദേഷ്യം ഉണ്ടായിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ പണ്ട് വാങ്ങുന്നത്. ഞാൻ ഒന്നും വാങ്ങത്തില്ല. അപ്പോൾ ഈ അടുത്ത കാലത്താണ് പിന്നെ അത് വാങ്ങി തുടങ്ങിയത്. അപ്പോൾ ആ ചൈനീസ് ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് അല്ല, നല്ല ഹൈ സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങളുണ്ട് അവിടെ. അത് പോയി വാങ്ങിക്കണമെന്നുള്ളേ ഉള്ളൂ. ഏത് സാധനം ഇതും അവിടുത്തെ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല, ആ രീതിയാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇതേതായാലും ഒന്ന് പോയി കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും മാത്രമായിട്ട് പോവും. പിന്നെ അതിന് ഞങ്ങൾ ചിലപ്പോൾ കൂടെ കൂട്ടുന്ന എൻ്റെ ഒരു കസിനുണ്ട്, ഡോക്ടർ ഷാജഹാൻ, അദ്ദേഹവും വൈഫും കാണും. ഞങ്ങളിങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യ മുഴുവൻ കണ്ടത് ഞങ്ങൾ ഒന്നിച്ചാണ് പോയിരിക്കുന്ന മിക്കവാറും എല്ലാ സ്ഥലങ്ങളും. ഇതും ലോകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ഞങ്ങൾ ഇതേപോലെ ഇൻഡിവിജ്വലായിട്ടുള്ള യാത്ര നടത്തുമ്പോൾ അത് ചിലപ്പോൾ ഒരല്പം പണമൊക്കെ കൂടുതൽ ചിലവാകും. പക്ഷേ അതിൽ പലപ്പോഴും ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഈ രണ്ടാമത്തെ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ ലോസ് ആഞ്ചലസിലോട്ട് പോയത് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അവിടെ വെച്ച് തന്നെ എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കൺമുമ്പിൽ നിന്ന് പോയതാ ഫോൺ, അത് എടുത്തുകൊണ്ട് പോയതാ. പിന്നെ ഡ്രഗ് അഡിക്ട്സും ഒക്കെ അവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ ഒരു ചെറിയ ഭയം ഉള്ളിൽ വന്നു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു ഏതെങ്കിലും ഒരു 5-6 പേര് കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് വിചാരിച്ചു. എപ്പോഴും അതാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഒരിക്കൽ ഞങ്ങൾ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നത് ഈ ഗ്രീൻ ഹാവൻ ഹോളിഡേയ്സ് എന്ന് പറയുന്ന അവൻ എൻ്റെ സുഹൃത്താണ് നടത്തുന്നത്, വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഒരു മോനെപ്പോലെ എനിക്ക് സ്നേഹമുള്ളതാണ് നസീർ. ഇവൻ്റെ കൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അവർ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഒരുപാട് പേരൊന്നും കാണത്തില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് യാത്രയുടെ തയ്യാറ് എന്താണെന്നറിയോ, എല്ലാവരും ഈ സമയത്ത് ഇറങ്ങി വരത്തില്ല. ചിലർ കക്കൂസ് കയറിയിരിക്കും. ആ കയറിയിരിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പോകാൻ വയ്യാതെ വരും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇറങ്ങേണ്ട സമയം എല്ലാവരും, ഞാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഞാൻ വരും. അപ്പോൾ എല്ലാവരും വരണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ നസീറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചൈനയിലൊന്ന് പോകണമല്ലോ സാറേ, നമുക്ക് പോയി കളയാം എന്ന് പറഞ്ഞ് ഡെസ്റ്റിനേഷൻ ക്യാപ്ചേഴ്സ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ട്രാവൽ കമ്പനി, അത് സുജിത്ത് എന്ന് പറയുന്ന ഒരാൾ നടത്തുന്നതാണ്. അയാളും അതുപോലെ നസീറിൻ്റെ ഈ പറയുന്ന ഗ്രീൻ ഹാവൻ ഹോളിഡേയ്സും കൂടെ ചേർന്നിട്ട് ഒരു ചൈന ടൂർ അവർ അറേഞ്ച് ചെയ്തു. അതെൻ്റെ ആവശ്യപ്രകാരമാണ് അതിന് തുടക്കമിട്ടത്. ശേഷം അടുത്തത്